പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റൊരു ആൾക്കാരെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല. കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത്. ഇപ്പുറത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല. കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത്. നേരെ അപ്പുറത്തുള്ള നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത്. അവസാനം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത്. ഇന്ന് ലീഗിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് വഖഫ് ബില്ലിനെക്കുറിച്ചും പിന്നെ കഴിഞ്ഞ ദിവസം RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ക്രൈസ്തവ വിഭാഗങ്ങളെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും വന്ന ലേഖനത്തെക്കുറിച്ചുമാണ് അദ്ദേഹത്തോട് ചോദ്യം ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് ഈ പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്. വഖഫ് ബില്ലിന് ശേഷം ചർച്ച് ആക്റ്റും വരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇതും അതുപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. പിന്നെ പണ്ടെങ്ങാണ്ട് പറഞ്ഞ കാര്യമുണ്ടല്ലോ എന്ന് പറഞ്ഞൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് പ്രസിദ്ധനായ മാർട്ടിൻ നിമോളറുടെ കവിതയാണ്. അത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസി ജർമ്മനിയെക്കുറിച്ച് എഴുതിയ കവിതയാണ്. ആ കവിത വളരെയധികം പ്രസക്തവുമാണ്. ആ കവിത കഴിഞ്ഞ ദിവസം വഖഫ് ബില്ലിനെ കുറിച്ചുള്ള ലോക്സഭയിലെ ചർച്ചയ്ക്കിടെ കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷ MP ആയിട്ടുള്ള K. രാധാകൃഷ്ണൻ സഭയിൽ ചൊല്ലിയിരുന്നു. ആ കവിതയാണ് വളച്ചൊടിച്ച് പോലീസുകാരെന്നൊക്കെ ആക്കി, പണ്ട് പറഞ്ഞല്ലോ എന്നൊക്കെ ആക്കി നമ്മുടെ സ്വന്തം പ്രതിപക്ഷ നേതാവ് ഇന്ന് ലീഗിൻ്റെ ആ സദസ്സിൽ വെച്ച് പറഞ്ഞത്. നമുക്കെന്തായാലും K. രാധാകൃഷ്ണൻ പറഞ്ഞ ആലത്തൂർ MP K. രാധാകൃഷ്ണൻ പറഞ്ഞ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം, എന്നിട്ട് ബാക്കിയിലേക്ക് കടക്കാം. സാർ, നമുക്കറിയാം ഹിറ്റ്ലർ ജർമ്മനിയെ എങ്ങനെയാണ് ഫാസിസത്തിലേക്ക് കൊണ്ടുപോയത്. അന്ന് ആ ഹിറ്റ്ലറുടെ ഫാസിസത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കവി മാർട്ടിൻ ലിയോൺ മുള്ളർ എന്ന് പറയുന്ന ആ കവി പിന്നീട് പറയുകയുണ്ടായി. എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് വിലാപകാവ്യമാണ്. അദ്ദേഹം പറഞ്ഞു, അവർ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരെ തെരഞ്ഞു വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ അതിനെ എതിർത്തില്ല. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ല. രണ്ടാമത് അവർ വന്നത് സോഷ്യലിസ്റ്റുകളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ലായിരുന്നു. പിന്നീട് അവർ വന്നത് ട്രേഡ് യൂണിയൻ നേതാക്കളെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റ് അല്ല. പിന്നീട് അവർ അന്വേഷിച്ച് വന്നത് ജൂതന്മാരെ അന്വേഷിച്ചാണ്. അപ്പോഴും ഞാൻ പ്രതികരിച്ചില്ല. കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. എന്നാൽ അവസാനം അവർ വന്നത് എൻ്റെ അടുത്തേക്കാണ്. എന്നെ അന്വേഷിച്ചാണ് വന്നത്. അപ്പോഴേക്കും എനിക്ക് വേണ്ടി പറയാൻ ആരുമുണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാർട്ടിൻ നിമോളർ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ്: ഫസ്റ്റ് ദേ കെയിം ഫോർ ദ കമ്മ്യൂണിസ്റ്റ് ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് അബൌട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ കമ്മ്യൂണിസ്റ്റ്. ദെൻ ദേ കെയിം ഫോർ ദ സോഷ്യലിസ്റ്റ് ആൻഡ് ഐ ഡിഡ് നോട്ട് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ സോഷ്യലിസ്റ്റ്. Then they came for the trade unionist and I did not speak out because I was not a trade unionist. Then they came for the Jews and I did not speak out because I was not a Jew. Then they came for me and there was no one left to speak out for me എന്നാണ് മാർട്ടിൻ നിമോളറുടെ ആ പ്രസിദ്ധമായ കവിത. അത് ചർച്ച ചെയ്താണ് ലോകത്തെവിടെയൊക്കെ ഫാസിസത്തെക്കുറിച്ചുള്ള വാക്കുകൾ, ഫാസിസത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോഴത്തേക്കും നിമോളറുടെ ഈ കവിത എല്ലാ കാലത്തും ചർച്ചാ വിഷയമാണ്. ഇപ്പോഴും അത് പ്രസക്തവുമാണ്. അതുകൊണ്ടാണ് ലോക്സഭയിൽ ഈ കവിത K. രാധാകൃഷ്ണൻ MP ചൊല്ലിയത്. അതിനെയാണ് വളച്ചൊടിച്ച് പോലീസുകാർ കയറി പണ്ടെങ്ങാണ്ട് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് ഈ കവിത അറിയാത്തതായിരിക്കില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. അദ്ദേഹത്തിന് ഈ കവിതയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകും. വായിക്കുന്ന, ഒരുപാട് പഠിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകർ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളും അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബുക്കുകൾ വായിക്കുന്ന, പഠിക്കുന്ന, ലോകത്തെക്കുറിച്ച് വലിയ അറിവുള്ള ഒരു പ്രതിപക്ഷ നേതാവ്. രമേശ് ചെന്നിത്തല എഴുതി കാണിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു തന്ത്രമാണെന്നും ചിലർ പറയുന്നുണ്ടെങ്കിലും എന്തായാലും അദ്ദേഹം ബുക്കുകൾ വായിക്കാറുണ്ട് എന്നാണ് അദ്ദേഹവും പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരും പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് മാർട്ടിൻ നിമോളറുടെ കവിതയാണ് എന്ന് അറിയാത്തതല്ല. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പോലീസുകാർ കയറി പണ്ടെങ്ങാണ്ട് പറഞ്ഞത്? കാരണം അതിനകത്ത് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഫാസിസം വന്നു കഴിഞ്ഞാൽ ആദ്യം ഫാസിസ്റ്റുകൾ എതിരിടാൻ പോകുന്നത്, ആദ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകളെയാണെന്ന് ആ കവിതയ്ക്കകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കാരണം ആദ്യത്തെ എതിർപ്പ് അവരുടെ ഭാഗത്തുനിന്നായിരിക്കും. അത് പറയാൻ പ്രതിപക്ഷ നേതാവിന് ഇച്ചിരി മടി കാണും. അതുകൊണ്ടാണ് അദ്ദേഹം അക്കാര്യം പറയാത്തത്.
അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം പറ്റുകയാണെന്ന് നമുക്ക് അനുമാനിക്കാം. എന്തായാലും പഠിച്ച് കാര്യങ്ങൾ പറയുന്ന പ്രതിപക്ഷാവിന് മാർട്ടിൻ നിമോളറെ അറിയാതിരിക്കാൻ എന്തായാലും സാധ്യതയില്ല. എന്തായാലും കമ്മ്യൂണിസ്റ്റുകാരുടെ പേര് പറഞ്ഞില്ല, പക്ഷേ ഇത്രയെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. അദ്ദേഹം പറഞ്ഞ കാര്യം പ്രസക്തവുമാണ്. കെ രാധാകൃഷ്ണൻ്റെ ആ വാക്കുകൾ കൂടി വ്യക്തമായിട്ട് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ വളരെ പ്രസക്തവുമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുൻപ് വരെ വഖഫിൻ്റെ പുതിയ ഭേദഗതി ബില്ലിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് വന്നത് ക്രൈസ്തവ സഭകളായിരുന്നു. പരസ്യമായിട്ട് ബില്ലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് എഴുതി കൊടുത്ത ഇടലേഖനം വരെ ഉണ്ട്. അതിന് തൊട്ടടുത്ത ദിവസമാണ് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ഈ ലേഖനവും വരുന്നത്. കത്തോലിക്ക സഭയ്ക്ക് 17 കോടിയോളം ഏക്കർ ഭൂമിയുണ്ട്, 20,000 കോടി രൂപയ്ക്ക് മുകളിൽ മതിപ്പ് വിലയുള്ള ഭൂമികളുണ്ട്. അത് തിരിച്ചു പിടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞാണ് ആ ലേഖനം വന്ന്. ലേഖനം ഇപ്പോൾ അവർ പിൻവലിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിൻ്റെ ടൈറ്റിൽ ഓർഗനൈസറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതവർ ചർച്ചയാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യവുമാണ്. അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വഖഫ് ബില്ലിന് ശേഷം വരാൻ പോകുന്ന ചർച്ച ആക്ട് ആയിരിക്കുമെന്ന്. അത് സുപ്രധാനമായ കാര്യമാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. ആദ്യം ആരെക്കുറിച്ചാണ് പോയത്, ആരെ തേടിയാണ് പോയത്, അതിനുശേഷം പിന്നെ നിങ്ങളെയും തേടി അവർ വരുമെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്ന കാര്യവും അതുതന്നെയാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിന് അത് മാർട്ടിൻ നിമോളറുടെ ഒറിജിനൽ കവിത തന്നെ ചൊല്ലാമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് എന്ന പേര് പറയാൻ ഇത്രമാത്രം പേടി എന്താണ് എന്ന ചോദ്യമാണ് ഇതിനൊപ്പം ചേർത്ത് പറയാനുള്ളത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ സമ്മതിച്ചല്ലോ എന്ന് മാത്രം കൂട്ടിച്ചേർത്തുകൊണ്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രതിപക്ഷ പറഞ്ഞെന്ന കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.